ഹായ് ഹലോ. ഇന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനും ഒരു ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഞാനൊരു പാൻറ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. എന്താ ചെയ്യണ്ടേ, ഏതാ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താണോ എനിക്ക് ചെയ്യാൻ തോന്നുന്നത് അതേപോലെ എൻ്റെ അറിവിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിൽ കിടന്നാലോ. ആദ്യം നമുക്ക് തുണിയെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിടണം. അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മാർക്കിങ്ങൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും. നമ്മൾ പാൻസിന് കട്ട് ചെയ്യുമ്പോൾ തുണി ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് നേരെ വരുന്ന രീതിയിലാണ് ഇടേണ്ടത്. ഓപ്പൺ ആയിട്ടുള്ള വശം ഓപ്പോസിറ്റ് സൈഡിലും. ആദ്യം തന്നെ 1.5 ഇഞ്ചിൽ പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ചിൽ താഴേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പായിട്ടാണ് അത് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിൽ എനിക്ക് 37 ഇഞ്ചാണ് പാൻസിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. താഴെ ഓപ്പൺ കൊടുക്കുന്നത് കൊണ്ട് 37 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 35 ഇഞ്ചിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ്. അതിന് ശേഷം നമ്മളൊരു 3 ഇഞ്ചിലെങ്കിലും മടക്കി തയ്ക്കണം. താഴെ നമ്മൾ പാൻസിൻ്റെ താഴെയൊക്കെ കാണില്ലേ, കനത്തിലൊരു ഭാഗം മടക്കി തയ്ച്ച ഭാഗം. എനിക്കിവിടെ പാൻറ്റിൻ്റെ തുണിയിൽ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേറെ തുണി എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്കിവിടെ വിടുത്ത് വന്നിട്ടുള്ളത്, അരവണ്ണം വന്നിട്ടുള്ളത് 36 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് 36 ഇഞ്ചിനെ 4ആക്കി ഭാഗിച്ചു, അപ്പോൾ 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തു. നിങ്ങൾക്ക് 2ന് പകരം 3ഉം കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് താഴെ 12 ഇഞ്ച്. ഈ താഴേക്ക് എടുക്കുന്ന അളവെന്ന് പറയുന്നത് 1.5 ഇഞ്ച് നമ്മൾ പട്ടയ്ക്ക് കൊടുത്തിട്ടുള്ള ലെങ്ത്ത് കഴിഞ്ഞിട്ട് വേണം 12 ഇഞ്ച് അളന്നെടുക്കാൻ. നോർമൽ ഒരു പാൻസിലൊക്കെ 12 ഇഞ്ച് തന്നെയായിരിക്കും ക്രോച്ച് ഏരിയയുടെ ലെങ്ത്തായിട്ട് വരുന്നത്. ഇനി അത്യാവശ്യം വണ്ണുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു 13 13.5 ഇഞ്ചൊക്കെ എടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു 2.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ക്രോച്ച് ഏരിയയുടെ ആ ഷേപ്പ് കിട്ടാനായിട്ട്. ആ ഒരു ഷേപ്പ് വളരെ കുഴിച്ചൊന്നും വെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിലൂടെ അടയാളപ്പെടുത്താം. ഇനി താഴെ 37 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എന്ന് ഞാൻ പറഞ്ഞു. അതിന്ന് 2 ഇഞ്ച് കുറച്ച് 35, ബാക്കി ആ 35ഉം 36 37 ഈ 2 ഇഞ്ചാണ് നമുക്ക് ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏരിയ. ഓക്കെ, അവിടെ നമ്മുടെ എത്രയാണോ കാലിൻ്റെ ലെങ്ത്ത്, നോർമൽ ഒരു ചുരിദാറിന് പാൻസിന് 7 ഇഞ്ചൊക്കെയാണ് കൊടുക്കുന്നത്. ആ ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ലെഗ് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇല്ല, നിങ്ങളുടെ അടുത്ത് അതില്ല, സ്കെയിലുള്ളൂ വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അടയാളപ്പെടുത്തിയിട്ട് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള വശങ്ങളൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ആയിട്ട് കൊടുക്കാം. ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സൈഡ് രണ്ടിൻ്റെയും സൈഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അയൺ ചെയ്തിട്ടൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഇടുമ്പോൾ നമുക്കങ്ങനെ തെന്നി മാറിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്കത് വെട്ടിയെടുക്കാനൊക്കെ സാധിക്കും. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്കത് ഉപകാരപ്രദമായിരിക്കും. കാരണം ബിഗിനേഴ്സൊന്നും ഈ ഒരു അയൺ ചെയ്യാണ്ടൊക്കെ നമ്മൾ വെട്ടുമ്പോൾ പല രീതിക്കും പല സൈഡിലും പല രീതിയിലാവും വെട്ടിപ്പോവുക. അപ്പോൾ നമുക്ക് അളവുകളൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് തയ്ച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു പെർഫെക്ഷൻ തോന്നും. ഇനി താഴെ ഭാഗം ഞാൻ മടക്കി അടിക്കാനുള്ള ഭാഗം 2 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചാണ് ശരിക്കും കാലിൻ്റെ അടിയിലെ വണ്ണം കൊടുത്തിട്ടുള്ളെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ആ താഴെ വെച്ചിട്ട് അടിച്ച് പതിച്ചടിച്ചെടുക്കാം. എന്നിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ക്രോച്ച് ഏരിയ അടിച്ചെടുത്തു. അത് കഴിഞ്ഞ് സൈഡൊന്ന് കൂട്ടണം. സൈഡ് കൂട്ടുമ്പോൾ 35 ഇഞ്ച് വരെ നമ്മളത് അടിക്കാൻ പാടുള്ളൂ. ബാക്കി വരുന്ന 2 ഇഞ്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗമാണ്. ഓക്കെ, 35 ഇഞ്ചിൽ അടിച്ച് ബാക്കി 2 ഇഞ്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം. അതിനുശേഷം താഴത്തെ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ 2 ഇഞ്ച് വീതിയിലുള്ള ആ തുണി തയ്ച്ച് മറിച്ചടിച്ചതിന് ശേഷം നമ്മൾ സ്ലിറ്റ് പോലെ അടിച്ചു കൊടുക്കാം. അതായത് ഓപ്പൺ സൈഡ് ഒന്ന് ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് സ്ലിറ്റ് അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്.
നമ്മളിത് തയ്ച്ച് വരുമ്പോൾ വളരെ ചുളിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കണ പോലെ നമുക്ക് തോന്നും. പക്ഷെ അതൊക്കെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ ഇത്തിരി കൂടെ നല്ല പെർഫെക്റ്റ് ആവും. പട്ടയുടെ ഭാഗം 1.5 ഇഞ്ച് വീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു ചരടിന് വേണ്ടിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അത് പാൻസിൻ്റെ ബാക്കി തുണിയിലുണ്ടാവും. അപ്പം നമ്മളതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു കത്രിക വെച്ച് കറക്റ്റ് സ്കെയിലൊക്കെ വെച്ച് വരച്ച് കൃത്യമായിട്ട് എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ ഒരു സൈഡിൽ ഒരളവും ഒരു സൈഡിൽ വേറൊരളവൊക്കെ ആവും. അപ്പോൾ നമ്മളത് കറക്റ്റ് ഒരു സ്കെയിൽ വെച്ച് വരച്ചെടുത്ത് സ്ട്രെയിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഉള്ളിലേക്കിട്ട് ടൈ ചെയ്ത് വെച്ചു. ഇതാണ് ഇപ്പം എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുത്താൽ ഈ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ കാണുന്ന കസ്റ്റമേഴ്സിന് അത് വളരെ ഹാപ്പി ഉണ്ടാക്കും. നല്ല ഫിനിഷിംഗ് ഉണ്ടെന്ന് തോന്നും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. താങ്ക്